ആൽപ്സ് പർവ്വതമൊക്കെ നമ്മുടെ തൊട്ടടുത്താണ് കാണുന്നത്. നൈസ് ഒരു ലൊക്കേഷൻ. €50 ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വരാൻ പറ്റിയതിൽ. നോക്കിയൊക്കെ ടോപ്പിൽ കോടയൊക്കെ നിൽക്കുന്നുണ്ടോ, സൂപ്പറായിട്ടുണ്ട്. പിന്നെ അതേ ഇവിടെ അടിപൊളി ലേക്കും. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ബർച്ചസ് ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബർച്ചസ് ഗാർഡനിൽ നിന്നും ക്യോനങ്സി എന്ന് പറയുന്ന ഒരു ലേക്ക് കാണാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ പോകുന്നത്. അതിൻ്റെ വീഡിയോസ് ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇവിടെ ബർച്ചസ് ഗാർഡനിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഞാനിപ്പോൾ ഇവിടെ ഓണായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. ഇവിടെ 843B എന്ന് പറയുന്ന ഒരു നമ്പറിലുള്ളൊരു ബസ് വരും. ആ ബസ്സിലാണ് നമുക്ക് കയറേണ്ടത്. അപ്പം ബസ്സിനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് ഇവിടെ. മൊത്തത്തിലൊരു മൂടിയ ക്ലൈമറ്റാണ്. ഇപ്പം ടൈം 10:30 ആയിട്ടുണ്ട്. മൊത്തത്തിൽ എന്താ പറയുക, മൊത്തം മലനിരകളും മലയുടെ താഴ്വാരത്ത് വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളും എല്ലാം കൊണ്ടും ബർച്ചസ് ഗാർഡൻ അടിപൊളി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ആക്ച്വലി ബർച്ചസ് ഗാർഡൻ വരുന്നത് ഒരു ഹബ്ബായിട്ടാണ്. കാരണം ഇവിടുന്ന് നമുക്ക് ഹിൻഡർസി പോകാം, ഈഗിൾ നെസ്റ്റ് പോകാം, ക്യോനങ്സി പോകാം, റംസാവ് പോകാം. അങ്ങനെ മൊത്തത്തിൽ മധ്യത്തിലായിട്ടാണ് ഈ ക്യോനങ്സി ബർച്ചസ് ഗാർഡൻ നിൽക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഓരോ സ്ഥലത്തേക്കും നമുക്ക് അരമണിക്കൂർ ഡിസ്റ്റൻസിൽ നമുക്ക് ഇവിടുന്ന് നല്ല നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും നല്ല വ്യൂ പോയിൻറ്റ്സിലും ഒക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഏത് ബസ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. ഈ ബസ് ഹിൻഡർസിക്കാണ് പോകുന്നത്, റംസാവ് ഹിൻഡർസിക്ക്. നമ്മുടെ ബസ് വന്നിട്ട് 843B എന്ന് പറയുന്ന നമ്പറാണ്. പക്ഷേ ആ വണ്ടി വന്നിട്ടില്ല, 5 മിനിറ്റിനുള്ളിൽ വരുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇത് റംസാവ് ഹിൻഡർസിക്ക് പോകുന്ന ബസ്സാണ്. അത് നമുക്ക് ഇപ്പം ആക്ച്വലി ഫസ്റ്റിൽ ഞാൻ പോകുന്നത് ക്യോനങ്സിയാണ്. ക്യോനങ്സി പോയിട്ട് ബോട്ടിങ് നടത്തണം എന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഹിൻഡർസിക്ക് പിന്നീട് പോവാം. നിറയെ ടൂറിസ്റ്റുകളുണ്ട്. വണ്ടി വരുന്നുണ്ട്. 843A ആണ്. 843Aയും 843Bയും ക്യോനങ്സിക്കാണ്. ഞാൻ A കണ്ടിട്ടുണ്ടായിരുന്നില്ല. എവിടെ നിർത്തും, ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുമോ അതോ ബാക്കിലാണ്? നമ്മൾ ക്യോനങ്സിക്കുള്ള ബസ് കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ ബസ്സിൽ കയറിയേക്കുവാണ്. നമ്മൾ ഏറ്റവും ബാക്ക് സീറ്റാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ സീറ്റ്, ലെഗ് സ്പേസ് ഒക്കെ ഇത്രേ ഉള്ളൂ, ഈ ഒരു ഗ്യാപ്പ്. പിന്നെ ഒത്തിരി നേരമൊന്നുമില്ല, ജസ്റ്റ് ഒരു അരമണിക്കൂർ അടുത്തേ ഉള്ളൂ. അരമണിക്കൂറുണ്ടോ? അരമണിക്കൂർ സംതിങ്ങേ ഉള്ളൂ ക്യോനങ്സിക്ക്. അപ്പം എനിവേ ഇതാണ് ബർച്ചസ് ഗാർഡൻ റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് പോവാം, ബസ് എടുക്കട്ടെ. ഇവിടെ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അതിൻ്റെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ? ഓ ഹെവി, എന്തൊരു ബ്യൂട്ടിഫുൾ അല്ലേ. നോക്കി, നമ്മൾ ആക്ച്വലി ഒരു കയറ്റം കയറിയാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ബസ് ഇനി ക്യോനങ്സിക്കല്ലേന്ന്.
പക്ഷേ ക്യോനക്സിക്ക് തന്നെ എനിക്കൊന്ന് ഇത് ഇച്ചിരി കറങ്ങി പോകുന്നതാണ്. ഇത് കണ്ടോ, ഫുള്ള് ഹെവി ആയിട്ടുള്ള ഈ പുൽമൈതാനങ്ങളും ബാക്കിൽ ആൽപ്സ് പർവ്വതവും മൊത്തത്തിൽ ഇത് കോടമഞ്ഞും മേഘവും എല്ലാമായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുക, പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഈ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പേജൊക്കെ കണ്ട് അങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇതൊക്കെ യാഥാർത്ഥ്യമാവുന്നത്. ഇങ്ങനെ യാത്ര ചെയ്യാനും അതുപോലെ ഈ സ്ഥലങ്ങളൊക്കെ കാണാനും എല്ലാം നല്ല സന്തോഷമുണ്ട് ഇതിലൊക്കെ. അടിപൊളിയല്ലേ മൊത്തം, നോക്കിക്ക് മൊത്തത്തിൽ ഹെവി ആയിട്ടുണ്ട്. അങ്ങനെ ക്യോനക്സിയിൽ ഞാൻ വന്ന് ബസ് ഇറങ്ങിയേക്കുവാണ്. ഇതാണ് മൊത്തത്തിലുള്ളൊരു ഇവിടുത്തെ ഒരിത്. ഇവിടെ കുറേ കടകളുണ്ട്. ഇവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. നമുക്ക് അവിടം വരെ പോയി നോക്കാം. ആക്ച്വലി ഇവിടെ ഓൾറെഡി 2 വട്ടം ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി ഈ ഭാഗത്ത് എവിടെയാണുള്ളത്. ഇതാണ് ക്യോനക്സി ലേക്ക്. ഇവിടെ വിശാലമായിട്ടുള്ള സോളാർ പവേർഡ് കാർ പാർക്കിംഗ് നമുക്കിവിടെ കാണാം. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ. ഇവിടെ നമുക്ക് വേണേൽ മാപ്പോ കാര്യങ്ങളോ അങ്ങനത്തെ എല്ലാം നമുക്ക് എടുക്കാം. പിന്നെ ഇൻഫർമേഷൻസ് എന്തെങ്കിലും അറിയണമെങ്കിൽ ഇവരുടെ അടുത്ത് പോയി ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ എടുക്കണം. കാരണം അവിടെ എനിക്ക് ബോട്ടിംഗ് ചെയ്യണമെന്നുണ്ട്. ബോട്ടിംഗ് ചെയ്യണമെങ്കിൽ ക്യാഷ് വേണം. മേ ബി ജർമ്മനിയിലെ ഒരു പ്രശ്നമാണ്, എല്ലായിടത്തും ഒന്നും കാർഡ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം കാശ് എടുക്കണം. പറഞ്ഞാലോ €50 ആയിട്ട് എടുത്തിട്ടുണ്ട്. മേ ബി ഇന്നത്തെ പരിപാടിക്ക് €50 മതിയായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ പ്രകാരം ഇവിടെ ഇവിടെ ക്യോനക്സിയിൽ ഒരു ബോട്ടിംഗ് ഉണ്ട്, അത് ചെയ്യണം. അതുപോലെ ഹിൻഡസിയിൽ മറ്റേ കയാക്കുണ്ട്, അത് ചെയ്യണം. ക്യോനക്സിയിൽ കയാക്കുണ്ട്, പക്ഷേ ക്യോനക്സിയിൽ എനിക്ക് ആഗ്രഹം ബോട്ടിംഗ് ചെയ്യാനാണ്. അതുപോലെ ഹിൻഡസി പോയിട്ട് കയാക്ക് ചെയ്യണം, പിന്നെ എന്തെങ്കിലും കഴിക്കണം. പിന്നെ ഇവിടെ ഇതിൻ്റെ അപ്പുറത്തൊരു കേബിൾ കാർ സെറ്റപ്പ് ഉണ്ട്. അതെന്താ സംഭവം എന്ന് എനിക്ക് എങ്ങോട്ടാണ് കയറി മേളിലോട്ട്, ഈ മൗണ്ടൻ്റെ മേളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താ ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. അതൊന്ന് അന്വേഷിക്കണം. അത് കയറാൻ പറ്റുവാണെങ്കിൽ അത് കയറണം. എല്ലാത്തിനും കൂടി ഇത് തികയുമോ എന്നെനിക്കറിയത്തില്ല. നോക്കാം. എൻ്റെ കയ്യിൽ പിന്നെ കുറച്ച് ചില്ലറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, 5-10 അങ്ങനെ എന്തോ ചില്ലറയൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ട്രൈ ചെയ്യാം. നമുക്കിവിടെ കുറേ ഷോപ്പുകൾ കാണാം. അങ്ങനെ കുറേ അല്ലറ ചില്ലറ ഐറ്റംസ് എല്ലാം ആയിട്ടുള്ള, പിന്നെ സൂവനീഴ്സും പിന്നെ ഫുഡ് ഐറ്റംസും, അങ്ങനെ കുറേ കടകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇന്നധികം സണ്ണി ഡേ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർ വളരെ കുറവാണ് കമ്പയർ ടു അല്ലാത്ത ദിവസങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ.
ഇവിടുന്ന് വേണമെങ്കിൽ സൊവനിയർ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ €1 ഇവിടെ ഇടുമ്പം ഇതിലൊരു സാധനം ഇവിടെ വരും. ആക്ച്വലി ഇത് എൻ്റെ കയ്യിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്, വീട്ടിൽ റൂമിലിരിപ്പുണ്ട്. ഇത് ഈ മനുഷ്യൻ കട്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു രീതിയിൽ ചുമ്മാ ഈ ഒരു തടിയുടെ സാധനം എങ്ങനെ സെല്ല് ചെയ്യാമെന്ന് അവർ കാണിച്ചു തരുന്നതാണ്. ഈ മൗണ്ടൻ്റെ മേളിലോട്ടാണ് ആ കേബിൾ കാർ കയറി പോകുന്നത് ഇതിൻ്റെ. അപ്പം മിനിമം ഒരു €10-60 മേളിൽ എന്താണെങ്കിലും അവർ അതിന് മേടിക്കാൻ ചാൻസ് ഉണ്ട്. ചെന്ന് ചുമ്മാ നോക്കാം. ഇപ്പം അല്ല, കുറച്ച് കഴിയുമ്പോൾ. ആദ്യം എനിക്ക് ബോട്ടിംഗ് ആണ് ചെയ്യണം. രണ്ട് സൈഡിലും കുറേ നമുക്ക് കടകളൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ കടയൊക്കെ കണ്ട് സുവനിയറൊക്കെ കണ്ട് അതുകൊണ്ടോ €2.80 ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഈ ബോട്ടിംഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്ഥലമൊക്കെ കണ്ട് നമ്മൾ ക്യോനിങ്സി ലേക്കിൻ്റെ അങ്ങോട്ടേക്കാണ് നടന്നെത്തുന്നത്. നല്ല പച്ച കളർ, നല്ല വൈബ് ലേക്കാണിത്. ഇതാണ് ക്യോനിങ്സി ലേക്ക്. അങ്ങനെ എനിക്ക് ഈ ബോട്ടിൽ കയറണമെങ്കിൽ ആദ്യം അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പം നമുക്ക് ഏതായാലും ടിക്കറ്റ് എടുത്തിട്ട് വരാം. എൻ്റെ പൊന്നോ, ഇത് ഭയങ്കര കത്തിയാണ്. ഇത് കണ്ടോ, €22 ആണ് ഇതിൽ കൂടെ ഉള്ള ഒരു ബോട്ടിങ്ങിന് അവർ ഈടാക്കുന്നത്. അതായത് അപ്പ് ആൻഡ് ഡൗൺ റൗണ്ട് ട്രിപ്പിന് വേണ്ടി €22 ആണ്. അത് ഇച്ചിരി കൂടുതലാണ്. ഏതായാലും നമ്മൾ വന്നു. എൻ്റെ ഒരു ആഗ്രഹമാണ് ഇവിടെ കയറാൻ എന്നുള്ളത്. നമുക്ക് കയറി നോക്കാം. നമ്മളിപ്പം ഇതിൻ്റെ ക്യോനിങ്സി ലേക്കിൽ കൂടെയുള്ള ലൈക്ക് ബോട്ടിലാണ് കയറിയിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. നിങ്ങൾക്ക് ക്യാമറയിൽ ഇത് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മോനെ പൊളി വ്യൂ. നമ്മളിപ്പം ഇതിലേക്ക് കൂടെ പോവാം. നൈസല്ലേ? Von circa hinter Bartholomä, das Gebirge, wo leider die Wolken drüber hängen, das ist das Steinerne Meer, Grenzgebirge zwischen Bayern und Österreich.
Die linken Grenzorte auf der anderen Seite wären da Maria Almsaalfelden im Pinzgau. Das Steinerne Meer kann man im Sommer überwandern, geht man so 10 Stunden. Sind ഇതിനകത്തൊരു ഗൈഡിൻ്റെ പ്രസംഗമായിരുന്നു, അതുകൊണ്ട് എനിക്കൊരു വാക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. ഞാൻ കുറേ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. എവിടെ നോക്കിയാലും അടിപൊളിയായിട്ടായിരിക്കുന്നത്. എൻ്റെ മോനെ പൊളി. ബോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. നമ്മളിത് ഈ ബോട്ടിലാണ് വന്നത്. നമ്മളിത് ഈ ഏരിയയിൽ എത്തി. ഇവിടെ ഒരു ചർച്ച് കാണാം. നമ്മളിവിടം വരെയുള്ള ടിക്കറ്റാണ് എടുത്തിരുന്നത്. മുന്നോട്ടേക്ക് ഇനിയും അവർ കൊണ്ടുപോകുന്നുണ്ട്. ഈ ബോട്ട് ഇനിയും മുന്നോട്ട് പോകും. അതിനാണ്ട് 28 സംതിങ് ആണ് യൂറോ. ഇത് തന്നെ എനിക്ക് 22.5 യൂറോ ആയി. പക്ഷേ അത് വെർത്താണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ആൽപ്സ് പർവ്വതമൊക്കെ നമ്മുടെ തൊട്ടടുത്താണ് കാണുന്നത്. നൈസ് ഒരു ലൊക്കേഷൻ. ഞാൻ ആ ബോട്ടിനകത്തിരുന്ന് കുറേ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ആ ഗൈഡ് ഫുൾ ടൈം എക്സ്പ്ലനേഷനായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഫുള്ള് വീഡിയോസ് മ്യൂട്ടായിരിക്കും. അതുകൊണ്ട് ഏതായാലും ഞാൻ അതെല്ലാം ഇടും. നിങ്ങളെല്ലാം കാണണം. സത്യം പറഞ്ഞാൽ ഞാൻ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വരാൻ പറ്റിയതിൽ. നോക്കിയേ, കണ്ട അടിപൊളിയായിട്ടില്ലേ, ചുറ്റും പർവ്വതങ്ങളും അതിൻ്റെ നടുക്കുള്ള ആ ഏരിയയിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ ഒരു ചർച്ചും. നൈസ്. എന്താ അടിപൊളിയല്ലേ എൻ്റെ മോനെ, ഹെവി. ആ ലേക്കും ആ പച്ച കളറ് കണ്ടോ, ഓഹ് എനിക്ക് വയ്യ, പൊളി. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനു മുന്നേ ഞാൻ ക്യോനങ്സിയിലും വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ബോട്ട് സർവീസ് ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു. ആ ഫ്രണ്ടിൽ വന്നിട്ട് ആ ഒരു ഫ്രണ്ടിലത്തെ ആ ബോട്ട് കിടക്കുന്നതും പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഹൈക്കുണ്ട്. ആ ഹൈക്കും കയറി ഞാൻ പോകുന്നതല്ലാതെ ഞാൻ അവിടുന്ന് എന്താ പറയുക, ഞാൻ 2 പ്രാവശ്യം ക്യോനങ്സി വന്നിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ എന്നാ ഒരു വ്യൂ ആ. ക്യോനങ്സിയിലുള്ള ഈ ചർച്ച്
ഇത് ആക്ച്വലി ഇതിൻ്റെ നെയിം സെൻറ്റ് ബർത്തലോമ എന്നാണ്. ഇത് ആക്ച്വലി ഇത് തടാകത്തിൻ്റെ പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഈ പള്ളിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് ഇത് ആക്ച്വലി ബവേറിയയിലെ ബാറോക്ക് എന്ന് പറയുന്ന ശൈലിയിൽ പ്രത്യേകമായി, അതായത് കണ്ടോ, പ്രത്യേകമായിട്ടുണ്ടാക്കിയേക്കുന്ന 2 ഷേപ്പുകളുള്ള ഇരട്ടക്കൂപ്പുകളുള്ള പള്ളിയാണിത്. അതുപോലെ തന്നെ ഇത് 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതായിരുന്നു. എന്നാൽ ഇന്നുള്ള ഈ രൂപം ഇതാക്കിയെടുത്തത് 1600-കളുടെ അവസാനത്തോടാണ് ഇത് പണി കഴിപ്പിച്ചത്. പ്രധാനമായിട്ടും നമുക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മൾ തന്നെ വന്നത് തന്നെ ബോട്ടിലാണ്. ഇപ്പം മെയിനായിട്ട് ബോട്ടുകൾ ഉപയോഗിച്ചാണ് ഇവിടെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അതുപോലെ പ്രകൃതിയായിട്ടും ചരിത്രമായിട്ടും അതുപോലെ എല്ലാമായിട്ടും ആത്മീയത എല്ലാമായിട്ടും സെറ്റാക്കിയേക്കുന്ന ഒരു ഹെവി ചർച്ചാണ് ഈ നമ്മളുടെ ബാക്കിലുള്ളത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ കണ്ടോ, എൻ്റെ മോനെ എന്നെ അടിപൊളിയാണ്. ആൽപ്സ് പർവ്വത നിരയുടെ സൈഡിലുള്ള ഒരു തടാകം, അതിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു കിടുക്കാച്ചി പള്ളി. ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻസിൽ വരുന്നതാണ്. നിങ്ങൾക്ക് കാണാം എന്ത് മനോഹരമാണെന്ന് നോക്കിക്കേ. ഇതിലെ കൂടെ ചുമ്മാ നടക്കുവാണ്. നമുക്ക് വേണമെങ്കിൽ പോകാം, നമുക്ക് ബോട്ടുണ്ട്, ഏത് ബോട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാൻ ചുമ്മാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നുകൂടെ കണ്ട് നോക്കി ഞാനൊരു 360 വ്യൂവിൽ കാണിക്കാം. എൻ്റെ ചുറ്റിനും മലനിരകളാണ്. ഒടുക്കത്തെ എന്നാ പറയുക, ഹെവി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണിത്. ഏതായാലും ഇവിടെ ക്യോനങ്സിയിൽ വരുന്നുണ്ടെങ്കിൽ ബോട്ട് യാത്ര എടുക്കാതെ ഒരിക്കലും പോകരുത്, ഭയങ്കര നഷ്ടമാണ്. ഞാൻ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് ഞാനിങ്ങനെ ചുമ്മാ നടക്കുകയാണ്. എനിക്ക് എന്താ പറയുക, പ്രകൃതിയുടെ ഒരു മാജിക് എന്നൊക്കെ വേണേൽ പറയാം അല്ലേ. എന്തുവാ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. അതിൻ്റെയൊക്കെ ടോപ്പിൽ കോടയൊക്കെ നിൽക്കുന്നുണ്ടോ, സൂപ്പറായിട്ടുണ്ട്. പിന്നെ അതേ ഇവിടെ അടിപൊളി ലേക്കും ഈ ചർച്ചും കാണത്തില്ല മരം കാരണം. മൊത്തത്തിൽ വൻ വൈബ്. എന്നാ ചെയ്യാൻ. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഇവിടെ വരുവാണെങ്കിൽ ഒരിക്കലും യൂറോപ്പിലുള്ളവരും ജർമ്മനിയിലുള്ളവരും പെട്ടെന്ന് ഇവിടെ വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ക്യോനങ്സിയിൽ മാത്രം ആ ഒരു ഫ്രണ്ട് വ്യൂ മാത്രം കണ്ടിട്ട് പോകരുത്. വരുവാണെങ്കിൽ ഇവിടുത്തെ എന്നാ പറയണ്ടേ, ബോട്ട് എടുക്കണം. 22.5 യൂറോ ആവും ഒരാൾക്ക്. 10,000-2,000 രൂപയാകും നാട്ടിലെ കമ്പയർ ചെയ്യുമ്പം. എന്നാലും കുഴപ്പമില്ല. ഈ വ്യൂ ഒക്കെ ലൈഫിൽ ഒരു തവണയെങ്കിലും വന്നിട്ട് കാണണം. കണ്ട ബാക്ക്ഗ്രൗണ്ട് നോക്ക്. അങ്ങനെ ഈ ക്യോനങ്സി ഈ ഏരിയയിൽ നിന്ന് ഞാൻ റിട്ടേൺ ചെയ്യുകയാണ്. നമ്മൾ വന്ന ബോട്ടിൽ തന്നെ നമുക്ക് കയറാം. വൈബ്. ഇവിടെ ഒരു നൈസൊരു വീടല്ല നൈസൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. റിട്ടേൺ പോകുന്ന ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ തിരിച്ച് ഇവിടെ നമ്മൾ ബോട്ട് കയറിയെടുത്ത് തന്നെ തിരിച്ചെത്തിയേക്കുന്നതാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ട് എടുക്കുക, യാത്ര ചെയ്യുക. അതുപോലെ തന്നെ ഇത്രയും എക്സ്പെൻസീവ് അല്ലാത്തൊരു ഇതും കൂടെ ഉണ്ട്. അപ്പുറത്ത് കുറേ ഷെഡ് പോലെ കണ്ടില്ലേ, അവിടെ കുറേ ഇതുണ്ട്, കയാക്കും കാര്യങ്ങളൊക്കെ കിട്ടും. കയാക്കും ചെറിയ ബോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. മേ ബി അത് ഇതിനെ കഴിഞ്ഞ് ഇച്ചിരി കൂടെ ചീപ്പായിരിക്കും. പക്ഷേ ഇത് പോകുന്നത്ര ദൂരം നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. പിന്നെ അത് എനിക്ക് എൻ്റെ ഒരു ഇതിൽ ബെറ്റർ ഇത് തന്നെയാണ്. കാരണം 22.5 യൂറോയ്ക്ക് വെർത്താണിത്. അങ്ങനെ എൻ്റെ ഇന്നത്തെ ഈ ക്യോനങ്സി വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു കേബിൾ കാറിൻ്റെ സെറ്റപ്പ് നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടൈമില്ല. കാരണം ഞാൻ സ്റ്റേ എടുത്തേക്കുന്ന അവിടുത്തെ ആ ഒരു കെയർ ടേക്കർ എന്നെ ഇപ്പം വിളിച്ചായിരുന്നു. അപ്പം ഇപ്പം സമയം 2 മണിയായി. 4 മണിക്കുള്ളിൽ പോയിട്ട് അത് കളക്ട് ചെയ്യണം. പിന്നെ ഒരിക്കൽ എപ്പോഴേലും വന്നിട്ട് ഈ കേബിൾ കാറിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം.
അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.